ഉമാ തോമസിന് അപകടമുണ്ടായ കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷൻ സിഇഒ ഷമീർ അബ്ദുൾ റഹീം അറസ്റ്റിൽ. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്റ്റേജ് നിർമ്മിച്ച മുളന്തുരുത്തി സ്വദേശി ബെന്നി, ഓസ്കാർ ഇവന്റ് മാനേജർ കൃഷ്ണകുമാർ എന്നിവരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. GCDA നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെന്നും ഇത് കൃത്യമായി പാലിച്ചില്ലെന്നും പോലീസ് പറഞ്ഞു. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങളിൽ വീഴ്ച വരുത്തിയെന്ന് GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള റിപ്പോർട്ടിനോട് പറഞ്ഞു. അതേസമയം ഉമാ തോമസ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംഘാടകർ മറ്റ് കൺസ്ട്രക്ഷൻകാർ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാം ഉണ്ട്, അപ്പൊ അതിനകത്ത് എത്രത്തോളം അവർ എടുത്തു എന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു വരുന്നുണ്ട്. അപ്പൊ GCDA ഗ്രൗണ്ട് ഇവർക്ക് ഏൽപ്പിച്ചതോടെ കൂടി 24 ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള ഒരു എഗ്രിമെന്റിലോട് കൂടിയാണ് അവർക്ക് ഏൽപ്പിച്ചത്. അതിനകത്ത് പല കണ്ടീഷൻസ് ഇവർ പ്രോപ്പറായിട്ട് പാലിച്ചതായിട്ട് കാണുന്നില്ല. അഞ്ജലി ശ്രീജിത രാജുണ്ട് വിശദാംശങ്ങളുമായി. അഞ്ജലി, ഈ സ്റ്റേജ് നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ഈ കേസിൽ ഇപ്പോൾ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഉമാ തോമസിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ആര്യ, ഇന്ന് വൈകിട്ടായിരുന്നു അതായത് ഈ മൃദംഗം വിഷന്റെ CEO ആയിട്ടുള്ള ഷമീർ അബ്ദുൾ റഹീമിനെ കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ നിന്നും പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. അതായത് ഇന്ന് രാവിലെ ഈ മൃദംഗം വിഷന്റെ അതായത് ഇതിനു മുന്നേ ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള കൃഷ്ണദാസ് എന്നിവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് 3 പേരുടെ അറസ്റ്റാണ് കൊച്ചി പാലാരിവട്ടം പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ ഒരു സ്റ്റേജ് നിർമ്മിച്ചതിന്റെ അപാകത വലിയ രീതിയിലൊരു പ്രശ്നമാണ്. ഇത് തന്നെയാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. യാതൊരുവിധ സുരക്ഷാ നടപടികളും പാലിക്കാതെ, കൂടാതെ ഇത്തരത്തിലുള്ള പെട്ടെന്ന് തന്നെ ഉമാ തോമസ് ഒന്ന് പിടിക്കുമ്പോൾ തന്നെ വീഴുന്ന രീതിയിലുള്ള ഒരു ആ രീതിയിലാണ്, അത്ര പോലും ബലമില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ സ്റ്റേജും കൂടുതൽ ബാരിക്കേഡുകളും സജ്ജീകരണങ്ങളും ഈ ഒരു കോർഡിനേറ്റർ നിർമ്മിച്ചത് എന്ന രീതിയിലുള്ള പരാതികളും നിരവധി ഉയർന്നിട്ടുണ്ട്. ഇതിൻ്റെ പരിശോധന ഇന്ന് ഈ ഒരു കൃഷ്ണദാസ് എന്ന വ്യക്തിയുമായി പോലീസ് ഇത്തരത്തിൽ പരിശോധന കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയിരുന്നു. അതിൽ നിന്നും പോലീസിന് വ്യക്തമായിട്ടുള്ളത് ഈ യാതൊരുവിധ സുരക്ഷാ നടപടികളും ഇല്ലാതെയാണ് ഇത്തരമൊരു വലിയൊരു പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഉമാ തോമസിന്റെ ആരോഗ്യനില ഇപ്പോഴും അതായത് വെന്റിലേറ്റർ പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഞ്ജലി ശ്രീജിത രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.